ഇനി നമുക്കൊരു അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. നമുക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ടേസ്റ്റി അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച്. ഇതിലേക്ക് ഞാൻ 200 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ടോ സ്ട്രൈപ്സ് ആയിട്ടോ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ്. ഇതിന് പകരം നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തൈരോ നാരങ്ങനീരോ ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇനി അല്ലാത്ത പീസുകളാണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ തൈരൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, ഞാനിപ്പോൾ ഇവിടെ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്യാരറ്റോ ക്യാബേജോ ക്യാപ്സിക്കോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ചട്ടി ചൂടാക്കി ഓയിൽ ചേർത്തതിന് ശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ചിക്കൻ പീസസ് ഇതിൽ കിടന്നിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അടച്ചു വെച്ചോ തുറന്നു വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട്. ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം, അതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും ലാസ്റ്റ്, നമ്മളിത് ബ്രൗൺ കളർ ആയതിനൊക്കെ ശേഷം ആ ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കാരണം എനിക്ക് ആ ഒരു ക്രഞ്ചിനെസ് വേണം, എന്നാൽ ഒരു റോ ടേസ്റ്റ് ഫീൽ ചെയ്യാനും പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മയണൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഹോട്ട് ആൻഡ് സ്പൈസി കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ ഹോട്ട് സോസും ചേർത്ത് കൊടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് സോസ്, ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്താൽ പക്ഷേ നമ്മൾ ആ ബർഗറൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു സോസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ നമ്മുടെ സോസ് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഏത് ബണ്ണിലാണോ ഇത് അസംബിൾ ചെയ്യാൻ പോകുന്നത് അതെടുക്കുക. ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനെ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതിൻ്റെ ഈ ഉൾഭാഗം ഒന്ന് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത് സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും നമ്മുടെ ആ സവാളയൊന്നും അങ്ങനെ അങ്ങോട്ട് വഴന്നു വന്നിട്ടില്ല, അതിപ്പോഴും ആ ഒരു റോ പോലെ, പക്ഷെ എന്നാൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഇല്ലാതാനും. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പച്ചയായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.